നമസ്തേ ഗരുഡാരൂഢേ കോലാസുരഭയങ്കരി സർവപാപഹരേ ദേവി മഹാലക്ഷ്മി നമോസ്തുതേ. ഗോദാനത്തിൻ്റെ മഹിമയെ പറ്റി കേട്ടാൽ കൊള്ളാമെന്നാണ് യുധിഷ്ഠിരൻ്റെ അടുത്ത ആവശ്യം. ഒരിക്കൽ ഉദ്ദാലക മഹർഷി തൻ്റെ പുത്രനായ നചികേതസിനോട്, ഞാൻ നദീതീരത്ത് വെച്ച് കുറച്ച് കുശപ്പുല്ലും പാത്രങ്ങളുമൊക്കെ മറന്നു വെച്ചു, നീ അതൊന്ന് പോയി എടുത്തോണ്ടിരുമോ എന്ന് പറഞ്ഞു വിട്ടു. ആ ബാലൻ നദീതീരത്ത് എത്തിയപ്പോൾ അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം വെള്ളത്തിലങ്ങാണ്ട് ഒലിച്ചു പോയിക്കണു. സങ്കടപ്പെട്ട് ഇവിടെ വന്ന അച്ഛനോട് വിവരം പറഞ്ഞു. അച്ഛൻ പെട്ടെന്ന് അങ്ങോട്ട് കയറി കോപിച്ചു. എന്നിട്ടൊരൊറ്റ പറയല, നീ കാലൻ്റെ അടുത്തേക്ക് പോന്നു. നന്നായില്ലേ, കാലൻ്റെ അടുത്തേക്ക് പോലെ എന്തിനാ, മരിച്ചിട്ടല്ലേ പോണേ. അതോടുകൂടി നചികേതസിൻ്റെ ദേഹം അവിടെ വീണു, ആത്മാവ് പോവുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മഹർഷി ആലോചിക്കണം, അയ്യോ ഞാൻ ചെയ്ത ഒരു വിഡ്ഢിത്തരം എന്തായി ഇപ്പോൾ, എന്തപ്പോൾ ഞാൻ ചെയ്യുക. ആകെ ദുഃഖിച്ചങ്ങനെ ഇരിപ്പായി. അദ്ദേഹം ദുഃഖിതനായിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക. എന്താ ചെയ്യേണ്ടത് ഇപ്പോൾ എന്നിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ അടുത്ത ദിവസം കാലത്ത് നോക്കുമ്പോൾ ബാലൻ ഉറക്കം ഉണർന്നത് മാതിരി അങ്ങോട്ട് എഴുതിച്ചിട്ടിരുന്നു. മഹർഷിക്ക് ആകെ സന്തോഷമായി. അയ്യോ ഇതെന്ത് അത്ഭുതമായി സംഭവിച്ചത് എന്നായി. അച്ഛൻ എന്നോട് പറഞ്ഞത് യമൻ്റെ അടുത്തേക്ക് പോകാനല്ലേ. അച്ഛൻ്റെ വാക്കനുസരിച്ചിട്ട് ഞാൻ യമധർമ്മ സന്നിധിയിൽ എത്തി. അപ്പം യമധർമ്മൻ എന്നോട് പറയാണ്, ഉണ്ണി നിനക്ക് ആയുസ് ധാരാളമുണ്ട്. അച്ഛൻ നിന്നെ ശപിച്ചത് മരിച്ചു പോകുന്നല്ലോ, എൻ്റെ അടുത്ത് വരാനല്ലേ, അതുകൊണ്ട് നീ ഇവിടെ എത്തി. അങ്ങയുടെ വാക്കിൻ്റെ പ്രഭാവം കൊണ്ട് എൻ്റെ ജീവൻ ശരീരത്തിൽ നിന്ന് വേർപെട്ട് ഞാൻ യമലോകത്തിലെത്തുകയാണ് ഉണ്ടായത്. യമദേവൻ എന്നെ സ്വീകരിച്ച് സൽക്കരിച്ചൊക്കെ ഇരുത്തി. എന്നിട്ട് ചോദിച്ചു, ഇവിടം വരെ എത്താന്നുള്ളതൊന്നും ആർക്കും പ്രാപ്യമായ സംഭവമല്ല, മരിച്ചു കഴിഞ്ഞാൽ തന്നെ എത്താൻ പറ്റുള്ളൂ, എന്ത് വരാ വേണ്ടേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത് പുണ്ണികളുടെ സുഹൃത ലോകം ഒന്ന് കണ്ടാൽ കൊള്ളാം. അതനുസരിച്ച് അദ്ദേഹം എന്നെ ഒരു വിമാനത്തിൽ കയറ്റി. യമധർമ്മ രാജാവ് കൂടെ വന്നു എന്നെ പല പുണ്യ ലോകങ്ങളും കാണിച്ചു തരികയുണ്ടായി. സുഖസമൃദ്ധമായ പുണ്യലോകം അത് ഞാൻ കണ്ടങ്ങനെ ആനന്ദിച്ചു. അപ്പോൾ യമധർമ്മൻ പറഞ്ഞു, ഇത് ഗോദാനം ചെയ്ത് സുഹൃതികളായവരുടെ ലോകമാണ്. ഗോദാനം ചെയ്താൽ ഇത്തരം ലോകങ്ങളിലാണ് വന്നു പെടുന്നത്. അത് കഴിഞ്ഞിട്ട് പശുദാനം ചെയ്യേണ്ടതിൻ്റെ വിധിയെപ്പറ്റി അദ്ദേഹം വിസ്തരിച്ച് പറഞ്ഞു തന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, സമയമായി, തിരിച്ചു പൊക്കോളോ എന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു വിടുക ചെയ്തത്. അതാണ് ഞാനിപ്പോൾ അങ്ങയുടെ മുമ്പിൽ ജീവൻ വെച്ച് എഴുന്നേറ്റ് നിൽക്കണത് എന്ന് ഉദ്ദാലക മഹർഷിയുടെ മകൻ നചികേതസ് പറയണ്ടായി. ഇത് കേട്ട ഉദ്ദാലകൻ വളരെയധികം ആശ്ചര്യപ്പെട്ടു. ഗോദാനത്തിൻ്റെ മഹിമയെ പറ്റിയിട്ടും ദാതാവിന് അതുമൂലം കിട്ടുന്ന ലോകങ്ങളെ പറ്റിയും ബ്രഹ്മദേവൻ ഇന്ദ്രന് പറഞ്ഞു കൊടുത്ത അതേപടിയാണ് യമദേവൻ എനിക്ക് പറഞ്ഞു തന്നത്. യജ്ഞത്തിന് ആവശ്യമായ പാല്, നെയ്യ്, തൈര് മുതലായതൊക്കെ നമുക്ക് പശുക്കളിൽ നിന്നാണല്ലോ കിട്ടണത്. അതുകൊണ്ട് യജ്ഞം നടത്താൻ അത്യന്താപേക്ഷിതമാണ് പശു. യജ്ഞം നടത്തുമ്പോൾ മാത്രമേ പുണ്യം സമ്പാദിക്കാൻ പറ്റുന്നുള്ളൂ. യജ്ഞത്തിൽ കൂടി വേണം ദേവന്മാർക്ക് നിലനിൽപ്പുണ്ടാവാൻ. അതുകൊണ്ട് യജ്ഞങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഈ യജ്ഞങ്ങൾ നടത്താൻ പശുക്കൾ കൂടിയേ തീരൂ. അതുകൊണ്ടാണ് ഗോദാനം ഇത്രത്തോളം മഹിമയുള്ളതായി തീരുന്നത്. പശുവിൻ്റെ എല്ലാ അവയവങ്ങളും മംഗളകരങ്ങളാണ്. പ്രത്യേകിച്ച് ഗോൻ്റെ ചാണകത്തിലും മൂത്രത്തിലും ലക്ഷ്മി ദേവിയാണ് വസിക്കുന്നത്. അത് പറഞ്ഞാൽ തന്നെ ഗോക്കളുടെ മാഹാത്മ്യം വ്യക്തമാവുമല്ലോ. ഗോദാനത്തിൻ്റെ മാഹാത്മ്യത്തെ പറ്റിയിട്ട് വസിഷ്ഠനും സൗദാസനും തമ്മിൽ നടന്ന ഒരു വലിയ വാദമുണ്ട്. അതും അദ്ദേഹം കേൾപ്പിക്കുകയുണ്ടായി. വ്യാസനും ശുഗനും തമ്മിൽ ഒരു സംവാദവും നടന്നിരിക്കണം. അതും ഞാൻ കേട്ടു.
ഇതൊക്കെ വിസ്തരിച്ച് ബ്രഹ്മദേവൻ ഇന്ദ്രന് പറഞ്ഞു കൊടുത്തതാണത്രേ. അതാണ് യമദേവൻ എനിക്കും പറഞ്ഞു തന്നത്. ഗോദാനം ചെയ്യുന്നത് വഴി ഇഹത്തിലും പരത്തിലും ഇനി നേടാൻ ഒന്നും ബാക്കിയില്ല. സുഹൃതികളുടെ പുണ്യലോകത്തേക്കാണ് മരിക്കുമ്പോൾ നമ്മൾ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് ഗോദാനം ഒരു വ്രതമായിട്ട് എടുക്കണം യുധിഷ്ഠിര എന്ന് ഭീഷ്മ പിതാമഹൻ പറയുണ്ടായി. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹാശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.